ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടനവധി നാളുകൾക്ക് ശേഷം അർജുന്റെ ശക്തമായൊരു തിരിച്ചുവരവിന് കളമൊരുക്കിയ തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഭിരാമി, പ്രീതി മുകുന്ദൻ, അർജുൻ ചിദംബരം, ജോൺ കൊക്കൻ, വിവേക് പ്രസന്ന എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ആദ്യ ദിവസം തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും മന്ദഗതിയിൽ തുടങ്ങിയ സിനിമ പിന്നീട് മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കഴിഞ്ഞ് ഇന്ന് നാലാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് എത്തിച്ചേരുമ്പോൾ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ദൃശ്യം 3, കറുപ്പ് എന്നിങ്ങനെ സിനിമകൾ നേടിയെടുത്തിരുന്ന ട്രെൻഡിങ് മാറ്റി ഇപ്പോൾ ബ്ലാസ്റ്റ് എന്ന അർജുൻ സിനിമയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം 7 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസം കളക്ട് ചെയ്തത് ഏകദേശം 30 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 80 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ കേരളത്തിൽ 1,20,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തെലുങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് 1,05,00,000 ലക്ഷമാണ് കളക്ട് ചെയ്തതെങ്കിൽ ഇന്നലെ 1 കോടി മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2,05,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് തെലുങ്ക് കളക്ഷൻ. തമിഴ്നാട്ടിൽ ആദ്യ 2 ദിവസം കൊണ്ട് 2,15,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 6,50,00,000 റേഞ്ചിലാണ്. 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 9,50,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 14 കോടി റേഞ്ചിലുമാണ് നേടിയെടുത്തിരിക്കുന്നത്. 18 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് പ്രീസെയിലേക്ക് വന്നാൽ ആദ്യ ദിവസം തമിഴ്നാട്ടിൽ 30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 35 ലക്ഷം, മൂന്നാം ദിവസം ഇന്നലെ ശനിയാഴ്ച 72 ലക്ഷം എന്നിങ്ങനെ നാലാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് എത്തിച്ചേരുമ്പോൾ 1,23,00,000 രൂപയാണ് പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത്. മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായ ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 4,41,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 71,43,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വമ്പൻ തരംഗമാണ് ദൃശ്യം 3 സൃഷ്ടിച്ചിരിക്കുന്നത്. തമിഴ്നാട് കളക്ഷനായി 10 ദിവസം കൊണ്ട് 7,64,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 35 കോടി രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. നേരത്തെ മോഹൻലാലിന്റെ എമ്പുരാൻ നേടിയെടുത്തിരുന്ന 34,47,00,000 എന്ന നേട്ടമാണ് ദൃശ്യം 3 നിലവിൽ മറികടന്നിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി മാത്രം സിനിമ 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 105,50,00,000 റേഞ്ചിലുമാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് സാക്കിനിക്ക് നൽകുന്ന ഡാറ്റ പ്രകാരം 219 കോടി രൂപയാണ് ലോകമെമ്പാടുമായി 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റ് വിവിധ മലയാളി ട്രാക്കേഴ്സ് ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഈ സിനിമ 212 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഈ സിനിമയുടെ 11ാം ദിവസമായ ഞായറാഴ്ചയിലെ കേരള അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് പ്രീസെയിലേക്ക് വന്നാൽ 2,66,00,000 രൂപയാണ് ഇന്ന് നേടിയെടുത്തിട്ടുള്ളത്. വെള്ളിയാഴ്ച 2,01,00,000 രൂപയും ഇന്നലെ ശനിയാഴ്ച 2,22,00,000 രൂപയുമായിരുന്നു കേരള പ്രീസെയിൽ. അപ്പോൾ ഇന്ന് കേരളത്തിൽ ശനിയാഴ്ചയെ അപേക്ഷിച്ച് ഞായറാഴ്ച മികച്ച കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മെയ് 28 വ്യാഴാഴ്ച ഈദ് റിലീസായി തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, സിദ്ദീഖ്, തുഷാര വിജയൻ, ഹനാൻ ഷാ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയ്ക്ക് കിട്ടിയ പ്രചാരണ രീതി അനുസരിച്ച് പ്രൊമോഷൻ അനുസരിച്ചുള്ള ഒരു കളക്ഷനോ റെസ്പോൺസോ അല്ല നിലവിൽ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 51 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 4,90,00,000 രൂപ മാത്രമാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 12,50,00,000 റേഞ്ചിലാണ്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കറക്കം. ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ഫെമിന ജോർജ്, മണികണ്ഠൻ ആചാരി, ബിജിക്കുട്ടൻ, അഭിരാം രാധാകൃഷ്ണൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 5,35,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 23 ലക്ഷം രൂപയാണ്. മെയ് 22 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡോസ്. അഭിലാഷ് ആർ നായർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിജു വിൽസൺ, ജഗദീഷ്, ദൃശ്യ രഘുനാഥ്, അശ്വിൻ കുമാർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 27 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ വിദേശത്ത് റിലീസ് ചെയ്തത് വെള്ളിയാഴ്ചയാണ്. ഇവിടെ നിന്നുള്ള കളക്ഷൻ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.